വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് ഇഫാണ്. ഇഫ് വാസ് റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. ഓക്കെ, സോ മെയിനായിട്ടും ഇതിൻ്റെ തീം അല്ലെങ്കിൽ ഈ ചാപ്റ്റർ മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് ഇറ്റ്സ് എ ട്രേറ്റ് ഓഫ് ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മെൻ. എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് തീരാം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടോപ്പിക്ക്. സോ ചാപ്റ്ററിനകത്ത് if you can keep your head when all about you are losing theirs and blaming it on you. നമ്മൾ എല്ലാ സാഹചര്യത്തിലും നമ്മൾ കാമായിട്ടിരിക്കാൻ വേണ്ടി പഠിക്കണം. അത് നമ്മൾ ചുറ്റുപാടുള്ളവരെല്ലാവരും നമ്മളെ ബ്ലെയിം ചെയ്യും, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. നമ്മൾ കാമായിട്ട് സെൽഫ് കൺട്രോളോടെ നമ്മൾ ഇരിക്കണം. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് when all men doubt you but make allowance for their doubting too. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട് പറയും നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല എന്ന് കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്ന വിശ്വാസം, വി ഷുഡ് ട്രസ്റ്റ് അവർ സെൽസ്, വിശ്വാസം വേണം. അതേ സമയത്ത് തന്നെ അവർ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്, അപ്പം നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധയില്ലായ്മ കൊണ്ട് എന്താണ് അവർ പറയുന്നതിൻ്റെ കാരണം എന്നും കൂടി ഒന്ന് വിലയിരുത്തി നോക്കണം. ഓക്കെ, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബൈ ടയേർഡ് ബൈ വെയിറ്റിംഗ് ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ചിലപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് പോയി ഫസ്റ്റ് റാങ്കോ ഒന്നും സെക്കൻഡ് റാങ്കോ ഒന്നും കിട്ടത്തില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ പതുക്കെ അതിലോട്ട് എത്തണം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തളർന്നു പോകാനൊന്നും പാടില്ല. വി ഷുഡ് ബി പേഷ്യൻറ്റ്. ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. അപ്പം നമ്മളോട് ചിലവർ കള്ളങ്ങളൊക്കെ പറയാം, പക്ഷേ നമ്മളെപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം. ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അവേ ടു ഹേറ്റിംഗ്. And yet don't look too good nor talk too wise. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ചിലപ്പം ഹേറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മൾ തിരിച്ച് അങ്ങനെയൊന്നും ആവാൻ വേണ്ടി പാടില്ല. നമുക്കെല്ലാവർക്കും മദർ തെരേസയെ പോലെ ആവാൻ പറ്റില്ലെങ്കിൽ പോലും മാക്സിമം വി ഷുഡ് ബി സിമ്പിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. വി ഷുഡ് ബി സിംപ്ലിസിറ്റി. നമുക്ക് അത് വേണം, സിംപ്ലിസിറ്റി. അടുത്ത പാരഗ്രാഫിൽ, if you can dream and not make dreams your masters, if you can think and not make thought your aim. നമ്മളെപ്പോഴും സ്വപ്നം കാണും. നമ്മൾ വിചാരിക്കും ഓക്കെ ഈ താജ്മഹലിൽ പോകണമെന്ന്. പക്ഷെ അവിടെ പോകണമെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുക വരാം. അപ്പോൾ തോട്ട്സിനെ ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം തോട്ട്സ് മാത്രം പോരാ, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയും പഠിക്കണം. വി ഷുഡ് ഹാർഡ് വർക്ക് ഫോർ ഇറ്റ്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രൈം ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. അപ്പം നമുക്ക് ട്രൈംബ് വന്നാലും ഡിസാസ്റ്റർ വന്നാലും എല്ലാത്തിനെയും ഒരുപോലെ സമീപിക്കണം. നമുക്കിപ്പോൾ ഒരെണ്ണം ശരിയായി എന്നും പറഞ്ഞാൽ അതിൽ അമിത സന്തോഷം ഉണ്ടാവാൻ പാടില്ല. മറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സങ്കടപ്പെടാനും പാടില്ല. മറിച്ച് വി ഷുഡ് ടേക്ക് രണ്ട് കാര്യങ്ങളും ഒരുപോലെ തന്നെ എടുക്കണം. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയിൽസ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. അപ്പം നെയ്വ്സ് എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് ആളുകളെ കുറിച്ച് പറയുന്നതാണ്. നമ്മളിപ്പം ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയെന്നും പറഞ്ഞായിരിക്കും അത് പറയുന്നത്. പക്ഷേ ചില ആളുകൾ ഇന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഇന്ന ആൺകുട്ടി അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് വളച്ച് തിരിച്ച് ആ ഒരു കാര്യത്തിന് ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ചില യൂട്യൂബേഴ്സ് നല്ല കാര്യങ്ങളായിരിക്കും ഫേമസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. അവർക്ക് വ്യൂ കൂട്ടാൻ വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി അവർ ഈ തംബ്നെയിലും മറ്റതും മറിച്ചതായിട്ട് ഇടും. പക്ഷെ നമ്മൾ എപ്പോഴും ഓണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ഓർ വാച്ച് ദ തിങ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൻ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് അപ്പ് വിത്ത് വേൺ ഔട്ട് ടൂൾസ്. ഇവിടെ അതിജീവനമാണ് വേണ്ടുന്നത്. നമ്മൾ ചിലപ്പം നമ്മുടെ ജീവൻ തന്നെ ആയിരിക്കും അതിന് വേണ്ടി കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഒരു കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തു,
പക്ഷേ അപ്പോഴായിരിക്കും നമ്മൾ മൊത്തവും അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ കുനിഞ്ഞു പോവും, പക്ഷേ വീണ്ടും അതിനെ പൊക്കിയെടുക്കാൻ വേണ്ടി നമ്മളത് പഠിക്കണം. അടുത്ത പാരഗ്രാഫിൽ, ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യോർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഇപ്പം നമ്മൾ പറയും, നമ്മൾ ഒരാൾ ക്ലാസ്സിൽ എപ്പോഴും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പക്ഷേ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അയാൾ പഠിച്ചില്ല എന്നും പറഞ്ഞാൽ അയാൾ മിണ്ടാതിരിക്കും. അപ്പം വിചാരിക്കും ഓക്കെ ഞാൻ പഠിച്ചതാണല്ലോ, ചിലപ്പം ഞാൻ ഉത്തരം തെറ്റിപ്പോയാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ നല്ല ഗുഡ് കാര്യങ്ങളെല്ലാം നശിച്ചു പോകുമെന്ന്. നമ്മളിവിടെ റിസ്ക് എടുക്കണം. നമ്മൾ ചിലപ്പം ശരിയാവാം, ചിലപ്പം തെറ്റാവാം. നമ്മൾ വി ഷുഡ് ടേക്ക് റിസ്ക്. വീണ്ടും തോറ്റെടുത്ത് നിന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ശരി ഞാൻ റിസ്ക് എടുത്തു, വീണ്ടും തോറ്റുപോയാൽ എന്ത് ചെയ്യും? തോറ്റുപോയാൽ സാരമില്ല, അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വരണം. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. അപ്പം നമ്മൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാതെ അതിനെക്കുറിച്ച് ഒന്നും പറയരുത്. ലോസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പോലും പറയരുത്. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which say to them hold on. അതായത് നമ്മുടെ ഹാർട്ടും നെർവ് എന്ന് പറയുന്ന ബ്രെയിനാണ്, സ്നിയോ എന്ന് പറയുമ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ഹാർട്ടിനെയും ബ്രെയിനിനെ എല്ലാം കൂടി ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഇതെല്ലാം ഒരു സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം കൂടി നശിച്ചു പോവും. അല്ലെങ്കിൽ നമ്മുടെ നല്ല കാര്യങ്ങളെല്ലാം അങ്ങ് പോവുമ്പോഴും അവരെ എല്ലാത്തിനെയും പിടിച്ചു നിർത്താൻ ഉള്ള ബലം നമുക്കുണ്ടാവണം. ഓക്കെ, സോ നെക്സ്റ്റ് പാരഗ്രാഫിൽ, ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യൂ or walk with kings, nor lose the common touch. If neither foes nor living and nor loving friends can hurt you. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു പൊതുവേ നമ്മളിങ്ങനെ ആളുകളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻ കേസ് വലിയ ആളുകൾ ഇൻ ദ സെൻസ് ഭയങ്കര കിങ്ങും ക്യൂനും അങ്ങനെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പൊസിഷനുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യൻ്റെ അവരോട് എങ്ങനെ സംസാരിക്കണം എന്നും മറക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ശത്രുക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളോ ഒരിക്കലും അവർക്കൊന്നും നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. മീൻസ് സാധിക്കരുത്, നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി അവർക്കൊന്നും സാധിക്കാൻ പാടില്ല. ഇഫ് ഓൾ മെൻ കം വിത്ത് യു ബട്ട് നോട്ട് ടു മച്ച്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്യണം. ഇപ്പം ഒരാളിലോട് നമ്മൾ റിലേ ചെയ്യണം, പക്ഷെ ഓവറാകരുത്. അപ്പം അതിലൂടെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കരുത്. കൂടുതൽ ഫ്രീഡം എടുക്കാനും സമ്മതിക്കരുത്. ഓക്കെ, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അപ്പം അൺഫോർഗിവിംഗ് സമയം ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഫൊഗീവബിൾ അല്ലാത്ത അൺഫൊഗീവബിൾ മിനിറ്റാണ്. അപ്പം പോയ ടൈം നമ്മൾ അൺഫൊഗീവബിൾ ടൈമാണ്. അപ്പം നമ്മൾ ആ ഒരു ടൈമിനെ പോലും ഫില്ല് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഓതർ പറയുന്നത്. യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ മൈ സൺ. അപ്പം ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം ഒബേ ചെയ്താൽ നീ ഒരു പെർഫെക്റ്റ് മാൻ ആയിട്ട് തീരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി അപ്രീസിയേഷൻ ചോദിക്കാം. അപ്പം എഴുതാനുള്ളത് ദ പോയം ഇസ് റിട്ടൺ ബൈ, ആരെഴുതി? ഇനി പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്തൊക്കെയാണ്? നെക്സ്റ്റ്, ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എന്തിനെക്കുറിച്ച്, പിന്നെ പോയറ്റിക് ഡിവൈസസ്, റൈം സ്കീം. ഇപ്പം റൈം സ്കീം എന്ന് പറയുമ്പോൾ ABBA, ACCA എന്നതൊക്കെ വൈബ്രൻറ്റ്, സ്മൂത്ത്. വൈബ്രൻ്റ് ആണോ? ഇങ്ങനെ എന്താ? റൈറ്റപ്പ് എന്ന് പറയുന്ന അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റപ്പ്
ഇനി ഡീമെറിറ്റ് ആൻഡ് മെറിറ്റ് മെയിനായിട്ട് ഡിബേറ്റ് ആയിട്ട് ചോദിക്കാം. ഇനി എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? വി ഷുഡ് ബി കാം, ട്രസ്റ്റ്ഫുൾ, പേഷ്യൻറ്റ്, ഓണസ്റ്റ്, സിംപ്ലിസിറ്റി. We should start up with new things. Then we should have the willpower. So എന്താണ് പേഴ്സോണിഫിക്കേഷൻ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐ ലൈക്ക് ഓണിയൻസ് ബട്ട് ദേ ഡോണ്ട് ലൈക്ക് മീ. അപ്പം ഒരു പേഴ്സോണിഫിക്കേഷൻ മീൻസ് ഗിവിങ് എ ഹ്യൂമൻ ട്രേറ്റ് ആൻഡ് ക്വാളിറ്റീസ് ടു എൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്. ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് ഒരു ഹ്യൂമൻ ട്രേറ്റ് കൊടുക്കുകയാണ്. ഇപ്പം ഒരു മനുഷ്യന് ഒരു ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. ഇനി മെറ്റഫർ സിമിലി ഏകദേശം സെയിമാണ്, കമ്പാരിസൺ ആണ്. പക്ഷേ മെറ്റഫറിനകത്ത് ലൈക്ക് ഉപയോഗിക്കത്തില്ല. ഇനി സിമിലിക്കകത്ത് ലൈക്ക് ഉപയോഗിക്കും. ഇപ്പം ഹീ ഈസ് എ വാക്കിംഗ് എൻസൈക്ലോപീഡിയ. അപ്പം അതെന്ന് പറയുന്നത് മെറ്റഫറാണ്. ഷീ ഈസ് ലൈക്ക് എ നോട്ട് ബുക്ക്. ലൈക്ക് എന്ന് പറയുന്നത് കമ്പാരിസണാണ്, നമ്മുടെ സിമിലിയാണ്. ഇനി സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് എന്താണെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. അപ്പം പറയണം ട്രൈംബ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ രണ്ടിനെയും സെയിം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം. ഇഫിൻ്റെ സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഇഫിനകത്ത് വരുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്പിറേഷണൽ ആൻഡ് മോട്ടിവേഷണൽ പോയം വിച്ച് ഇസ് റിട്ടൺ ബൈ ആൻ ഇംഗ്ലീഷ് പോയറ്റ് റൂഡിയാർഡ് കിപ്ലിംഗ്. It discusses the quality needed to be a perfect human being. The poem is like an advice from father to his son. The father advises his son to have the following qualities: develop self-confidence and to be calm and quiet. Don't lie when others lie about you. You should trust yourself. Don't hate when others hate you. We should love them. Dream and think. Don't be the slave of your dreams and thoughts. Take successes and failures alike. They are not real. Be patient at your losses. When we fail, try to restart from the beginning. Develop a positive mind and have willpower. Don't lose hope at all. Treat everybody alike. Develop a good character so that even enemies should love you. Understand the value of time. Fill each second with good deeds. ഇതാണ് ഇനി മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ the poet says that if you attain the above qualities, you will become a perfect man. You can control the world. Man എന്ന് പറയുമ്പോൾ വിമനെയും ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ at the end ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആവണം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. സോ വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം? The moral qualities needed to become a perfect man. What, according to the poem, are the two impostors of life? Triumph and disaster. What, according to the poet, should be one's attitude to unexpected loss? We must be ready to start again without grumbling. Okay. What is the poem about? The poem is about good qualities that a father teaches his son. Then what do knaves represent? Knaves means dishonest men. Okay. So there are clauses, conditional clauses, which I will be discussing in another video. സോ ആ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ആണ്. പിന്നെ ഒരു പോയം തന്നിട്ട് അതിൽ നിന്നുള്ള 4 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി പറയാം. സോ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.